സ്റ്റൂസി ചാനലിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഫിസ്ക്കൽ പോളിസിയെ പറ്റിയാണ്. പേപ്പർ 1-ലെ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ മൊഡ്യൂൾ ബിയിൽ പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഫിസ്ക്കൽ പോളിസി. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നമസ്കാരം. ഗവൺമെന്റുകൾക്ക് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഫിസ്ക്കൽ പോളിസി എന്ന വിപ്ലവകരമായ ആശയം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കഥയിലേക്കൊന്ന് പോയി നോക്കാം. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തേക്കാണ്. കാരണം വലിയ പ്രതിസന്ധികളിൽ നിന്നാണല്ലോ പലപ്പോഴും പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് 1930കളിലാണ്. അതായത് ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു സാമ്പത്തിക തകർച്ചയെ നേരിടുന്ന ഒരു സമയം. ഈ സമയത്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ മഹാസാമ്പത്തിക മാന്ദ്യം ലോകത്തെ പിടിച്ചുലക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടുന്നു, ബാങ്കുകൾ ഒന്നൊന്നായി പൊളിയുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലിയില്ലാതാവുന്നു. ഈ ഒരു സംഭവം അതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെയാണ് തകർത്തെറിഞ്ഞത്. അതായത് അതുവരെ എല്ലാവരും കരുതിയിരുന്നത് മാർക്കറ്റുകൾ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ പോലെയാണെന്നായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് തനിയെ ശരിയാക്കിക്കോളുമെന്ന്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. ആ മെഷീൻ ശരിക്കും നിന്നുപോയി. അപ്പോൾ ആ ഒരു ആശയപരമായ വിടവ് നികത്താൻ പുതിയൊരു ഐഡിയ അത്യാവശ്യമായി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു പുതിയ ആശയം വരുന്നത്. ഇദ്ദേഹമാണ് ആ ഐഡിയയുടെ പിന്നിൽ. ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ഒരു ബ്രിട്ടീഷ് ഇക്കോണമിസ്റ്റ്. അദ്ദേഹം അക്കാലത്തു വളരെ റാഡിക്കലായ ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ ഒരു കാര്യം പറഞ്ഞു. അതായത് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഗവൺമെന്റ് വെറുതെ നോക്കി നിൽക്കരുത്, നേരെ കളത്തിലിറങ്ങി ഇടപെടണമെന്ന്. കെയ്ൻസിന്റെ വാദം ശരിക്കും സിമ്പിളായിരുന്നു. നോക്കൂ, ആളുകൾ പൈസ ചെലവാക്കുന്നില്ല, കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ എക്കോണമി നിശ്ചലമാകും അല്ലേ? കെയ്ൻസ് പറഞ്ഞു, ഈ ഗ്യാപ്പ് ഗവൺമെന്റിന് നികത്താൻ പറ്റും. എങ്ങനെ? ഗവൺമെന്റ് തന്നെ പണമിറക്കുക, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെയുള്ള വലിയ പ്രോജക്റ്റുകൾ തുടങ്ങുക. അപ്പോൾ ആളുകളുടെ കയ്യിൽ പണമെത്തും, അവർ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും, അങ്ങനെ ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഗവൺമെന്റിന്റെ കയ്യിൽ എക്കോണമിയെ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ പവർഫുൾ ടൂൾ ഉണ്ടാകുന്നത്. ഈ ടൂളിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. സിംപിളായി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വരുമാനം, അതായത് ടാക്സ്, പിന്നെ ഗവൺമെന്റിന്റെ ചെലവ്, ഇത് രണ്ടും ഉപയോഗിച്ച് സമ്പദ്വ്യവസ്ഥയെ നേർവഴിക്ക് നയിക്കുക. ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ? 1. പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക. 2. എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാൻ ശ്രമിക്കുക. ഇത് കേൾക്കാൻ എളുപ്പമാണെങ്കിലും ഇതിലൊരു വലിയ ചാലഞ്ചുണ്ട്. ഈ 2 ലക്ഷ്യങ്ങളും പലപ്പോഴും 2 ദിശയിലേക്കാണ് പോകുന്നത്. ഒന്ന് ശരിയാക്കാൻ നോക്കുമ്പോൾ മറ്റേത് പ്രശ്നത്തിലാകും. അതാണ് ഇതിലെ പ്രധാന വെല്ലുവിളി. ശരി. അപ്പോൾ ഈ ടൂള്, അതായത് ഫിസ്ക്കൽ പോളിസി, എങ്ങനെയാണ് പ്രായോഗികമായി വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ ഐഡിയ ശരിക്കും രസകരമാണ്. നോക്കൂ, ഇക്കോണമി മോശം അവസ്ഥയിലാണെങ്കിൽ, അതായത് മാന്ദ്യത്തിലാണെങ്കിൽ, ഗവൺമെന്റ് എന്തു ചെയ്യും? നികുതി കുറയ്ക്കും, എന്നിട്ട് ചെലവ് കൂട്ടും. അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കും. ഇതിനെയാണ് നമ്മൾ കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇതുവഴി മാർക്കറ്റിലേക്ക് കൂടുതൽ പണമെത്തും. ഇനി നേരെ തിരിച്ച്, ഇക്കോണമി ഭയങ്കരമായി വളരുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുമല്ലോ. അപ്പോൾ ഗവൺമെന്റ് ടാക്സ് കൂട്ടും, ചെലവ് കുറയ്ക്കും. ഇതിനെ മിച്ച ബഡ്ജറ്റ് അഥവാ സർപ്ലസ് എന്നു പറയും. ഇത് എക്കോണമിയെ ഒന്ന് തണുപ്പിക്കാൻ സഹായിക്കും. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് വന്ന ഈ ഐഡിയയാണ് ഇന്നും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക നയങ്ങളെയും രാഷ്ട്രീയ ചർച്ചകളെയും രൂപപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടേണ്ട എന്ന പഴയ ചിന്തയെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന ആശയം പൊളിച്ചെഴുതിയത്. അതോടുകൂടി ഗവൺമെന്റിന് എക്കോണമിയിലൊരു നേരിട്ടുള്ള റോളുണ്ട് എന്ന ചിന്ത വന്നു. ഇത് മോഡേൺ ഇക്കണോമിക്സിന്റെ റൂൾ ബുക്ക് തന്നെ മാറ്റിയെഴുതുന്നതിന് തുല്യമായിരുന്നു.